ആഴക്കടലിന്റെ അത്ഭുത കാഴ്ചകൾ കരയിലിരുന്ന് കാണാൻ പറ്റിയൊരിടമുണ്ട്, മറൈൻ വേൾഡ്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ പബ്ലിക് അക്വേറിയത്തിൽ വൈവിധ്യമാർന്ന കടൽ ജീവികളോടൊപ്പം വലിയ ടണൽ അക്വേറിയം, ഗ്ലാസ് ബ്രിഡ്ജ്, ഫിഷ് സ്പാ, ആർട്ടിഫിഷ്യൽ മാംഗ്രൂവ് ഫോറസ്റ്റ് തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒട്ടനവധി കാഴ്ചകളുള്ള ഈ മീനുകളുടെ അത്ഭുത ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മറൈൻ വേൾഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാവക്കാട് പൊന്നാനി റൂട്ടിൽ നിന്നും 6 കിലോമീറ്റർ അപ്പുറം ഇടക്കഴിയൂരിൽ നിന്ന് പഞ്ചവടി ബീച്ച് റൂട്ടിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത്. ഇതാണ് എൻട്രൻസ് ആയി വരുന്നത്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം രാവിലെ 10:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ്. ഈ എൻട്രൻസിന്റെ ചുറ്റുപാടുമായിട്ട് നമ്മുടെ വാഹനങ്ങൾ ഫ്രീ ആയി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, എൻട്രൻസിനോട് ചേർന്ന് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ക്രമീകരിച്ചിരിക്കുന്ന വീൽ ചെയർ സർവീസുകൾ കാണാം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ വാളുകളിലെല്ലാം തന്നെ ക്രിയേറ്റീവായി മീനുകളുടെ ആർട്ട് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. കൂടാതെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ഓപ്പൺ പാർക്ക് കാണാം. ചെറുതും വലുതുമായ സ്ലൈഡറുകൾ, ടോയ് ട്രെയിൻ, ഊഞ്ഞാലുകൾ തുടങ്ങി പലതരം റൈഡുകൾ ഇവിടെ പാർക്കിലുണ്ട്. ഈവനിങ്ങോട് കൂടിയാണ് ഈ ഒരു കോർണർ കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. മീൽസ് അടക്കം അവിടെ അവൈലബിൾ ആണ്. ഈ മറൈൻ വേൾഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ 1 ഡേ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഹൊറർ ഹൗസ്, ബേർഡ്സ് പാർക്ക്, 16D സിനിമ, മിറർ ഹൗസ്, അക്വേറിയം, പിന്നെ ഈ അടുത്ത് തുടങ്ങിയ ഡീപ്പ് വണ്ടേഴ്സ് എന്നിങ്ങനെ എല്ലാ എന്റർടൈൻമെന്റും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു അടിപൊളി ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ ഫാമിലി ട്രിപ്പിനും കുട്ടികളുടെ സ്കൂൾ ടൂറിനും ഒക്കെ പറ്റിയ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണിത്. ഇനി നമ്മൾ നേരെ അക്വേറിയത്തിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനാണ് പോകുന്നത്. ഇവിടെ സന്ദർശകർക്കായിട്ടുള്ള പ്രത്യേക അറിയിപ്പും ടിക്കറ്റ് പ്രൈസ് വെച്ചിരിക്കുന്ന ബോർഡും കാണാം. അവധിക്കാലത്തോടനുബന്ധിച്ചുള്ള കോംബോ ഓഫറൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്വേറിയം കാണാൻ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒന്നാണ് ഇവിടുത്തെ പുതിയതായി ആരംഭിച്ച ഡീപ്പ് വണ്ടേഴ്സ് എന്ന അണ്ടർ വാട്ടർ റൈഡ്. രണ്ടിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്താലേ നമുക്ക് എൻട്രി കിട്ടുള്ളൂ. ഈ ഡീപ്പ് വണ്ടേഴ്സിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അക്വേറിയത്തിലേക്ക് പോവാണ്. എൻട്രൻസ് ഡോറിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു ഡാർക്ക് അറ്റ്മോസ്ഫിയറിൽ വെറൈറ്റി തീമുകളിലായി സെറ്റ് ചെയ്തിരിക്കുന്ന പ്രീമിയം പത്മിനി കാറിലെ അക്വേറിയമാണ് നമ്മെ വെൽക്കം ചെയ്യുന്നത്. പെട്ടെന്ന് ഇത് അക്വേറിയം തന്നെയാണോ എന്ന് മറന്നു പോകുന്ന തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ എല്ലായിടത്തും. സൈഡുകളിലായി പലതരം കളർ ഫിഷുകളുടെ ഒരു കൂട്ടത്തിൽ തന്നെ ഗ്ലാസ് ചേമ്പറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. മീനുകളെ പോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ അക്വേറിയം ബേസ്ഡ് ആയിട്ടുള്ള വെറൈറ്റി വോൾ ആർട്ട് വർക്കുകളാണ്. ഇനി വരാലുകളുടെ വെറൈറ്റി ഇനങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന സിലിണ്ടറിക്കൽ അക്വേറിയം. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കാണുന്ന ഗ്ലാസ്സുകളിൽ കൈകൊണ്ട് തൊടുകയോ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോസോ വീഡിയോസോ പകർത്താനോ പാടില്ല. കാരണം ഫ്ലാഷ് ലൈറ്റുകൾ മീനുകൾക്ക് ഹാനികരമാണ്. ഓട്ടോമാറ്റിക് വേൾഡും അക്വേറിയം വണ്ടേഴ്സും മേർജ് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ഓരോ കാഴ്ചകളും നേരിട്ട് വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ ഒരു വലിയൊരു അക്വേറിയം പലതരം സെഗ്മെന്റുകളായിട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നാടൻ മീനുകളും വെറൈറ്റി ഇനം ശുദ്ധജല മത്സ്യങ്ങളായിട്ടുള്ള അലിഗേറ്റർ ഗാർ, ഗോൾഡൻ ഡൊറാൾഡോയുമാണ് ഈ ഒരു ആദ്യ സെക്ഷന്റെ അവസാന പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ സെക്ഷനിലേക്ക് കടക്കുമ്പോഴും പ്രത്യേക വോളാർട്ടുകൾ കാണാം. നെക്സ്റ്റ് സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ നാച്ചുറൽ തീം ബേസ്ഡ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള അക്വേറിയങ്ങളാണ്. അതിൽ വേഴാമ്പലുകളെയും വഞ്ചിയിൽ മീൻ പിടിക്കുന്ന മുക്കുവനുമുള്ള തീമുകൾ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇതിനടിയിലായിട്ട് സിൽവൻ അരോണ, ഷാർക്കുകളും അടങ്ങിയിട്ടുള്ള പലതരം മീനുകളുടെ കലവറ തന്നെ കാണാം. ഇതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് നെയിം, നാഷണാലിറ്റി, ലൈഫ് സ്പാൻ എന്നിവയെല്ലാം ഓരോ മീനുകളുടെയും അടുത്തായി ചുമരിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് കയറുന്നത്. അതിനായി നമ്മുടെ ചെരുപ്പുകളൊക്കെ ഊരി കൈ പിടിച്ച് വേണം കയറാൻ. സ്റ്റെപ്പുകൾ കയറി ഗ്ലാസ് ബ്രിഡ്ജിന് അടിയിലേക്ക് നോക്കിയാൽ ഭീമാകാരമായ അരാപ്പൈമകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒരേ സമയം കുറച്ചു പേരെ മാത്രമേ കയറ്റാൻ അനുവദിക്കുകയുള്ളൂ.
അടിയിലേക്ക് നോക്കിയാൽ അരണ്ട വെളിച്ചത്തിൽ നല്ല വലിയ സൈസുള്ള ഒന്നല്ല രണ്ടല്ല 3 ആരാപ്പൈമകളെയാണ് ഇതിനുള്ളിൽ കാണാനാവുന്നത്. വലിയ വെളിച്ചമോ ഒച്ചയോ ബഹളോ ഒന്നുമില്ലെങ്കിലും ടിവിയിൽ മാത്രം കണ്ടുപരിചയമുള്ള ഇവരെ കുറച്ചു നേരം കണ്ടങ്ങ് നിന്നു പോകും. ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചെന്ന് കയറുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഏരിയ ആയിട്ടുള്ള ഫിഷ് സ്പാ ഏരിയയിലേക്കാണ്. ഒരേ സമയം 50ഓളം പേർക്ക് സമയപരിധി ഇല്ലാതെ ഇരുന്ന് ഫിഷ് സ്പാ ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു പോർഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഡോക്ടർ ഫിഷുകളാണ് ഇവിടെ ഉള്ളത്. ഇവ നമ്മുടെ കാലിലെ ഡെഡ് സ്കിന്നുകൾ വേദനയില്ലാതെ നീക്കം ചെയ്യുന്നതിലൂടെ നമുക്ക് ചെറിയൊരു ഇക്കിളിയും ഒപ്പം നല്ലൊരു റിലാക്സേഷനും കിട്ടുന്നു. ഇതൊരു ഫ്രീ സർവീസ് ആണ് കേട്ടോ. ഇവിടെ വരുന്നവർ ഉറപ്പായും ചെയ്തിരിക്കേണ്ട ഒരു തെറാപ്പിയാണിത്, ഫിഷ് സ്പാ. പിന്നെ ഒരു കാര്യം, ഫിഷ് സ്പാ ചെയ്യുമ്പോൾ വെരിക്കോസ് വെയിൻ ഉള്ളവരും ഹൃദയരോഗവുമായി ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചെറിയ തോതിലുള്ള മുറിവുണ്ടായാൽ പോലും ഇവരിൽ രക്തം കട്ട പിടിക്കാതെ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ പരമാവധി ഫിഷ് സ്പാ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു സെൻട്രൽ പോർഷനാണ്. പലതരം ഫിഷുകളോടൊപ്പം ഫോട്ടോ പോയിന്റുകളായി മത്സ്യകന്യകളെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനുള്ളിൽ തന്നെ ഒരു ചെറിയ ഫുഡ് കോർട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് ഫിഷ് സ്പാ ഒക്കെ ചെയ്ത് ഇനി നമ്മൾ അടുത്ത ഡോറിലൂടെ ചെന്നെത്തുന്നത് എൻ്റയർ ഡിഫറെൻ്റ് ആയ ഒരു പാർട്ടിലേക്കാണ്. ഒറ്റ നോട്ടത്തിൽ അന്റാർട്ടിക്ക പോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്നോ ഏരിയ. ഇവിടെയും പല നിറത്തിലും വലിപ്പത്തിലുമുള്ള മീനുകളുണ്ട്. പ്രധാനമായും ജാപ്പനീസ് ടൈപ്പ് കാർപ്പ് മീനുകളും തെരണ്ടികളുമാണ് ഇവിടെയുള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് പ്രിൻ്റായി കിട്ടാനുമുള്ള പ്രത്യേക സൗകര്യം ഇവിടെയുണ്ട്. അങ്ങനെ സ്നോ ഏരിയയുടെ വിഷ്വൽസ് ഒക്കെ എടുത്ത് ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവാണ്. ഇവിടുത്തെ എൻട്രി വെറൈറ്റി ആയിട്ടൊരു ഷാർക്കിന്റെ തലയുടെ ഉള്ളിലൂടെയാണ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് പലതരത്തിലുള്ള ഒരുപാട് ക്ലൗഡ് ഫിഷുകളുടെ കളക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് തൊട്ടടുത്തായി തന്നെ റെയിൻ ഫോറസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കാണാം. ബോർഡിനോട് ചേർന്ന് മുകളിലേക്ക് നടക്കുമ്പോൾ ആദ്യമായി തന്നെ കാണുന്നത് ഒരു കൂട്ടം ആമകളെ ഇട്ടിരിക്കുന്ന ഒരു കുളമാണ്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നേരെ ചെന്ന് കയറുന്നത് ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചിട്ടുള്ള ഒരു റെയിൻ ഫോറസ്റ്റിലേക്കാണ്. തിങ്ങി നിറഞ്ഞ മാംഗ്രൂവ് ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വലിയ കുളമാണ്. ഈ കുളത്തിൽ നിറയെ കറുത്ത നട്ടർ ഫിഷുകളും അരാപ്പൈമകളുമാണ്. ഈ ഒരു റെയിൻ ഫോറസ്റ്റ് ആംബിയൻസിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പ്രത്യേകം ഫോട്ടോ കോർണർ തന്നെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടുത്തെ ഓരോ മുക്കും മൂലയും ഡിസൈൻ ചെയ്തിരിക്കുന്നതിലുള്ള വെറൈറ്റി ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ്. ഇവിടുന്ന് ചെറിയ കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ ചില്ലുകുപ്പികളിൽ പോലെ പലതരം മീനുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മുഴുവൻ ഫൈറ്റർ ഫിഷുകളുടെ വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ്. നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത് വലിപ്പമേറിയ മീനുകളുടെ ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട മാംഗ്രൂവ് ഫോറസ്റ്റിൽ കണ്ട ആ പോണ്ടില്ലേ, അതിന്റെ അടിവശമാണിത്. നട്ടർ ഫിഷുകളെ കുറച്ചുകൂടി വലിപ്പത്തിലും അടുത്തും ഇവിടെ നിന്നാ കാണാം. ഈ ഭാഗത്ത് പലതരം വെറൈറ്റി ഫിഷുകൾ ഉണ്ടെങ്കിലും അതിലൊന്നായ സ്റ്റോൺ ഫിഷ് ആണിത്. പേരുപോലെ തന്നെ കല്ലേതാ മീൻ ഏതാ എന്നൊന്നും മനസ്സിലാകാത്ത വിധം കുറച്ച് ട്രിക്കി ടാസ്ക് ആണ് ഈ പുള്ളിയെ തിരിച്ചറിയാൻ. കാണുന്ന പോലെയല്ല, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വെനമസ് ഫിഷ് ആണിത്. അടുത്തൊരു സെക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു ഹാളാണ്. ഇവിടെ ആമയുടെയും പ്രോൺസിന്റെയും ഒക്കെ വലിയ സ്റ്റാച്ചുകൾ കാണാം. ഇവിടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വലിയ പോർഷനിലായി തന്നെ റെഡ് തിലോപ്പിയുടെ കൂട്ടത്തെ കാണാം. ഇതിനോട് ചേർന്നുള്ള മറ്റൊരു വെറൈറ്റി മീനാണിത്. പേര് ആക്സലോട്ടിൽ. കണ്ടാൽ മീനാണെന്നേ തോന്നാത്ത ഈ ഇനക്കാർ നടക്കുന്ന മീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ കാലോ കയ്യോ അറ്റുപോയാലും തനിയെ ഉണ്ടായി വരുന്ന പ്രകൃതക്കാരാണിവർ. നെക്സ്റ്റ് കാണുന്നത് നല്ല വലിപ്പമുള്ള വെറൈറ്റി കളറിലുള്ള ഒരു ഈലിനെയാണ്. അടുത്തത് നമ്മുടെ ഷാർക്കിന്റെ ഏരിയ ആണ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സീനറിയിൽ ഈ കടൽക്കൊമ്പന്മാരുടെ വിലസിൽ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഇവിടെയും നല്ല ആർട്ട് വർക്കോട് കൂടി ഒരുപാട് ഫിഷുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മറൈൻ വേൾഡിനെ ബ്യൂട്ടി ഓഫ് ഓഷൻ എന്ന് വിളിക്കുന്നത്. 3 ലക്ഷത്തിലധികം മീനുകളുടെ കാഴ്ചകൾ ഈ ഒരു ചെറിയ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതിൽ പരിമിതി ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും ഉൾപ്പെടുത്താനാവില്ല.
അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ ആംബിയൻസിലുള്ള ഈ തീമുകളും കടൽ കാഴ്ചകളും ഈ വലിയ മത്സ്യസമ്പത്തും എല്ലാം നിങ്ങൾ നേരിട്ട് വന്ന് ഫീൽ ചെയ്യേണ്ടത് തന്നെയാണ്. ഇവിടെ വരുന്ന ഓരോരുത്തരും വേഗം വന്ന് കണ്ടുപോകാമെന്ന രീതിയിൽ വരാതെ ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വേണം വരാൻ. ഓരോ മീനുകളുടെ സെക്ഷനിലും കുറച്ച് സമയമൊക്കെ ചെലവഴിച്ച് ഇവയുടെ മൂവ്മെന്റുകളൊക്കെ കണ്ടു വേണം പോകാൻ. എന്നാലേ ഈ ഒരു ഏരിയ മോസ്റ്റ് മെമ്മറബിൾ ആയി എക്സ്പ്ലോർ ചെയ്യാനാവും. മറൈൻ വേൾഡിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഫെസിലിറ്റീസുകളും സ്പേഷ്യസുമാണ്. വീക്കെൻഡ് ഡേയ്സിൽ വരെ പീസ്ഫുൾ ആയി വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. ഈ കാണുന്നത് മൂവീസിലും വീഡിയോസിലും മാത്രം കണ്ടുപരിചയമുള്ള നിമിഷ നേരത്തിൽ മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന പിരാനകളെയാണ്. ഈ കാണുന്ന പച്ചപ്പും ലൈറ്റിംഗ് ആംബിയൻസും വിവിധങ്ങളായ തീമിലുള്ള കിടിലൻ എൻവയോൺമെന്റും കഴിഞ്ഞാണ് മറൈൻ വേൾഡിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള അണ്ടർ വാട്ടർ ടണലിലേക്ക് എത്തുന്നത്. കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു ഏരിയ. വളരെ രസകരമായ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും നല്ല തിരക്കായിരിക്കും ഈ ഭാഗം എപ്പോഴും. വലിയ അരാപ്പൈമകളും പേരറിയാത്ത കുറെ മീനുകളും നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ചന്നം ഭിന്നം ചീറിപ്പായുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്നത് ഒരു വണ്ടർഫുൾ ഫീലിംഗ് തന്നെയാണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നതും ഇവിടെ തന്നെയാവും. അങ്ങനെ നമ്മൾ ഈ അക്വേറിയത്തിന്റെ അവസാന സെക്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ക്ലൗണി ഫിഷുകളുടെ പല വെറൈറ്റി കളക്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ എത്തുന്നത് പുറത്തേക്കാണ്. ഇവിടെ ഒരുപാട് ഫോട്ടോ പോയിന്റുകൾ പല തീമുകളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഇടത്തോട്ട് പോയി ഇവിടുത്തെ അവസാനത്തെ ആക്ടിവിറ്റി ആയ ഫിഷ് ഫീഡിങ് മറക്കാതെ ചെയ്തിരിക്കേണ്ട ഒന്നാണ്. പല നിറത്തിലും വലുപ്പത്തിലുമുള്ള ഒരുപാട് കോയി കാർപ്പുകൾക്കാണ് നമ്മളിവിടെ ഫീഡ് ചെയ്യുന്നത്. ഇവർ തരുന്ന തീറ്റകൾ നമ്മുടെ കയ്യിൽ ഈ കാണുന്നത് പോലെ ഇവർക്ക് തീറ്റ കൊടുക്കാനും നമ്മുടെ കയ്യിൽ വന്ന് തീറ്റയെടുക്കുന്ന ഈ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് കൈ വാഷ് ചെയ്യണമെന്ന് മാത്രം. അക്വേറിയത്തിന് മുന്നിലായി തന്നെ പല വെറൈറ്റി ആക്ടിവിറ്റീസുകളായ മഡ് റൈസ്, കുട്ടികൾക്കായിട്ടുള്ള ടോയ് ട്രെയിൻ, ഓട്ടോമാറ്റിക് കാർ, പിന്നെ കുതിര സഫാരി, അങ്ങനെ വെറൈറ്റി ആക്ടിവിറ്റീസുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ അക്വേറിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഈവനിങ്ങോടുകൂടിയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ തൊട്ടു മുമ്പിലുള്ള പഞ്ചവടി ബീച്ച് കൂടി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ അങ്ങോട്ടേക്കുള്ളൂ. അങ്ങനെ ബീച്ചിന്റെ സായാഹ്ന കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഫുൾ സാറ്റിസ്ഫൈഡ് മൈൻഡിൽ നമുക്ക് ഇന്നത്തെ ഈ യാത്ര വൈൻഡപ്പ് ചെയ്യാം.